അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഡിഫൈൻ ചെയ്തത് ഏതായിരുന്നു? ഡൈ ടോസ് ചെയ്യുമ്പോൾ ഉള്ള കേസ് അല്ലേ, 2 ഡൈ. ഇനി 3 ഡൈ ടോസ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര എണ്ണം വരും എന്നുള്ളത് നമ്മൾ പറഞ്ഞു. അതെങ്ങനെ കണ്ടുപിടിക്കുന്നു എന്നറിയാം അല്ലേ? 3 ഡൈ ടോസ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ഔട്ട്കംസ് ഉണ്ടാവും? നമ്പർ ഓഫ് ഔട്ട്കംസ്. ഈവൻ ദോ നമ്മൾ ഔട്ട്കംസ് ഏതാണെന്ന് നമുക്കൊരു ഐഡിയ ഇല്ലെങ്കിൽ കൂടിയും നമുക്ക് ടോട്ടൽ ഔട്ട്കംസ് എത്ര എണ്ണം ഉണ്ടാവും എന്ന് അറിയാമല്ലോ. എത്ര എണ്ണം ഉണ്ടാവും? ഹൗ മെനി? 6 ക്യൂബ് അല്ലേ, 6 to the power 3. ബിക്കോസ് ഒരു ഫേസ്, അതിനകത്ത് 6 ഫേസസ് ആണുള്ളത്. അത് ഒരു പ്രാവശ്യം ടോസ് ചെയ്ത് കഴിഞ്ഞാൽ 6 to the power 1 ഔട്ട്കംസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഇനി 2 പ്രാവശ്യം, ഇതെല്ലാം മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഓർ ഈക്വലി ലൈക്ലി ആയിട്ടുള്ള ഇവൻസിൻ്റെ സെറ്റാണ് ഓരോന്നും. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ കിട്ടുന്നത്. അപ്പം 2 പ്രാവശ്യം ടോസ് ചെയ്ത് കഴിഞ്ഞാൽ 6 to the power 2 ഉണ്ടാവും. 3 പ്രാവശ്യം ടോസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഫ് 3 dice are tossed simultaneously, then obviously there are 6 to the power 3 outcomes. അതായത് 260. ഇപ്പം 4 ആണെങ്കിൽ 6 to the power 4 ഉണ്ടാവും. ഇനി നമുക്ക് ഒരു മറ്റൊന്ന് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നതാണ് കാർഡ്സ്, പ്ലേയിങ് കാർഡ്സ്. നിങ്ങൾ പ്ലേയിങ് കാർഡ്സ് കണ്ടിട്ടുണ്ടോ? എത്ര കാർഡ്സ് ഉണ്ട്? 52 കാർഡ്സ് ഉണ്ട്. ഈ 52 കാർഡ്സ് എന്ന് പറയുന്നത്, നമുക്കൊരു കാര്യം, ഞാൻ അതിൻ്റെ ഒരു പിക്ചർ എടുത്തിട്ടിട്ടുണ്ട്. ചില കുട്ടികൾ കണ്ടിട്ടില്ലാത്ത കുട്ടികളും ഉണ്ടാവാം, അല്ലെങ്കിൽ കളിച്ചിട്ടില്ലാത്ത കുട്ടികളും ഉണ്ടാവാം. എവിടെ ഞായിട്ട് നോക്കൂ. ഇവിടെ നിങ്ങൾക്ക് ഇപ്പം ആ 52 കാർഡും ഞാനിവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ. ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ഏതൊക്കെ ടൈപ്പ് കാർഡ്സ് ആണ് ഇവിടെ ഉള്ളത്. ഇതിൽ നോക്കിയേ, നമ്പേർഡ് ആയിട്ടുള്ള കാർഡ്സ് എത്ര എണ്ണം ഉണ്ട്? 2 എന്ന് പറയുന്ന ഒരു കാർഡ്, 3 എന്ന് പറയുന്ന കാർഡ്, 4 എന്ന് പറയുന്ന കാർഡ്, 5 എന്ന് പറയുന്ന കാർഡ്, 6 എന്ന് പറയുന്ന കാർഡ്സ്, 7, 8, 9 and 10 അല്ലേ. ഇത് ഇത്രയും നമ്പേർഡ് കാർഡ്സ് ആണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആൽഫബറ്റ്സ് വരുന്നുണ്ട്. ഏതൊക്കെയാ? ജെ, ക്യു, കെ ആൻഡ് എ. ശരിയല്ലേ? എയ്സ്. ഇതിനെ നമ്മൾ പറയുന്നത് എയ്സ് എന്നാണ്. അതാണ് എയ്സ്. ഇതിനെന്താ പറയാ? കിങ്. ഇതെന്താ? ക്വീൻ. ഇത് ജാക്ക്. ഈ പേരുകളും നമ്മൾ ഓർമ്മിച്ചിരിക്കേണ്ടതാണ്. കാരണം ഇതിനകത്തൊരു പ്രോബബിലിറ്റി ഉള്ളത് കൊണ്ടാണ് ഈ പ്രശ്നം. മനസ്സിലായത്? ബാക്കിയുള്ള കാർഡ്സിന്റെ നൈമിങ് നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമല്ല. ഇനിയാണ് മറ്റൊന്ന് വരുന്നത്, സ്യൂട്ട്സ്. എത്ര സ്യൂട്ട്സ് ഉണ്ടെന്ന് നോക്കി കഴിഞ്ഞാൽ 4 സ്യൂട്ട്സാണ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഏതൊക്കെയാ സ്യൂട്ട്സ്? ഇത് കണ്ട, ഇതിന്റെ പേരാണ് സ്പെയ്ഡ്. ഈ സിമ്പിളിനെയാണ് സ്യൂട്ട് എന്ന് പറയുന്നത്. ഇതിന്റെ പേരെന്താ പറയുക? സ്പെയ്ഡ്. ഈ സിമ്പിളിന്റെ പേരെന്താ നിങ്ങൾക്ക് അറിയാം? എന്താണത്? ഹേർട്ട് അല്ലേ. ഇതിന്റെ പേരെന്താ? ക്ലബ്സ്. ഈ സിമ്പിളിന്റെ പേരെന്താ? ഡയമണ്ട്. അപ്പൊ നമുക്ക് ഈ സിമ്പിൾസ് അറിയണം. ഇനി ഇതില് എത്ര കളേർഡ് കാർഡ്സ് ഉണ്ട് നോക്ക്. ഇവിടെയും എന്താണ്? റെഡ് ആണ് അല്ലേ. ഇത് രണ്ടും റെഡ് ആണ്, ഇത് രണ്ടും ബ്ലാക്ക് ആണ്, ഇത് രണ്ടും ബ്ലാക്ക് ആണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കാർഡ്സിൽ മൊത്തമായിട്ടുള്ളത്. ഇനി നിങ്ങൾ ഈ 3 കാർഡ്സ് ഉണ്ടല്ലോ, ജാക്ക്, ക്യൂൻ, കിങ്, ഈ 3 കാർഡ്സിനെയും പറയുന്ന പേരാണ് എന്താണ്? ഫേസ് കാർഡ്സ്. ഇടയ്ക്ക് ലക്ഷ്മിപ്രിയാണെന്ന് തോന്നുന്നു എന്നോട് ഓണേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു സെറ്റ് ഓഫ് കാർഡ്സ് ഡിഫൈൻ ചെയ്യാനായിട്ട് ചോദിച്ചിരുന്നു. ആക്ച്വലി ഓണേഴ്സ് ഞാൻ എന്തുകൊണ്ട് അത് പ്രിഫർ ചെയ്യാത്തതിന് കാരണം, ഓണേഴ്സ് എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ ഗെയിമിന് ബന്ധിപ്പിച്ച് വരുന്നതാണ്. അപ്പോൾ അത് നമ്മളത് യൂസ് ചെയ്യപ്പെടുമോ എന്നുള്ളത് അർത്ഥമില്ല. കാരണം അങ്ങനെ ക്വസ്റ്റ്യൻ CBSE ചോദിക്കില്ല. ഗെയിം മനസ്സിലാക്കുക എന്നുള്ളതല്ല CBSEയുടെ ഉദ്ദേശം. ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് എന്താണ്? ആ കാർഡ്സ്, ഒരു സെറ്റ് ഓഫ് കാർഡ്സ് കിട്ടിക്കഴിഞ്ഞാൽ അതിനകത്ത് എന്തുണ്ട്, അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് എങ്ങനെയൊക്കെ പ്രോബബിലിറ്റി, കാരണം ഇതിനകത്ത് ഒരുപാട് പ്രോബബിലിറ്റി ഡിഫൈൻ ചെയ്യാം. അപ്പം ഞാൻ ഈ പറഞ്ഞ ക്ലാസിഫിക്കേഷൻസ് കൃത്യമായി മനസ്സിലാക്കണം. ഇനി ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു സ്യൂട്ട് എന്ന് പറഞ്ഞാൽ ഒരു സിമ്പിളിൽ എത്ര കാർഡ്സ് ഉണ്ട്? ഒന്ന് എണ്ണി നോക്കിയേ. 1,
2, 13. 3, 4, 5, 6, 7, 8, 9, then 10, 11, 12, and 13 cards. We have 13 cards in one group or a suit. ഒരു സ്യൂട്ടിൽ എത്ര കാർഡ്സ് ഉണ്ട്? 13 കാർഡ്സ് ഉണ്ട്. അങ്ങനത്തെ എത്ര സ്യൂട്ട്സ് ഉണ്ട്? 4 സ്യൂട്ട്സ്. അപ്പം 4 into 13 ആയിരിക്കും ടോട്ടൽ നമ്പർ ഓഫ് കാർഡ്സ് ആൻഡ് ഇറ്റ് ഈസ് ഈക്വൽ ടു 52. ആൻഡ് ഇറ്റ് ഈസ് ഒബ്വിയസ് അല്ലേ, നമുക്കറിയാം 52 കാർഡ്സ് ആണ് ടോട്ടലായിട്ട് ഇതിലുള്ളത്. 52 കാർഡ്സ്. ഈ 52 കാർഡ്സും എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഇനി ഞാൻ ഇതിനകത്ത് നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് എനിക്ക് ചോദിക്കാൻ പറ്റും. ലൈക്ക് ഹൗ മെനി റെഡ് കാർഡ്സ് ആർ ദെയർ? ഹൗ മെനി റെഡ് കാർഡ്സ് ആർ ദെയർ? നിങ്ങൾക്ക് ഈ ഫിഗറിൽ 26. ബിക്കോസ് ദർ ആർ 13 ഹേർട്ട് ആൻഡ് 13 ഡയമണ്ട്. അല്ലെ, ഡയമണ്ടും ഹേർട്ടുമാണ് നമ്മൾ എന്തോന്ന് റെഡ് കാർഡ്സ് എന്ന് പറയുന്നത്. സോ 13 plus 13 we have 26 red cards. Then how many black cards are there? That also 26 black cards are there. How many twos cards with the number 2? 4. അല്ലേ, നോക്ക്, ഓരോ സ്യൂട്ടിലും ഓരോ 2s ഉണ്ട് അല്ലേ. സോറി, ഇതാണ് അല്ലേ, 4 എണ്ണം. അതുപോലെ തന്നെ 9 എത്ര എണ്ണം ഉണ്ട്? 4. അല്ലെ, സോറി, 10 എത്ര എണ്ണം ഉണ്ട്? 4 ഉണ്ട്. 9 എത്ര? 4 ഉണ്ട്. ഇനി how many jacks, how many jack, how many queen, how many king, how many ace, എല്ലാം ക്ലിയർ ആണ്. ഇനി how many എന്താണ് ബ്ലാക്ക് ജാക്ക്? 2. അല്ലെ, how many പിന്നെ എന്താ പറയുക aces are there? How many aces are there? 4. How many face cards are there? 12 face cards. See, that's very important. See, each of the suit having 3 face cards. 3 face cards ഉണ്ടാവും ഓരോ സ്യൂട്ടിലും. അപ്പൊ ഇവിടെ 3, ഇവിടെ 3, ഇവിടെ 3, ഇവിടെ 3. അപ്പൊ എത്ര? 4 3s are 12. 12 face cards. That's very important. ഇത് all over 12 face cards ഉണ്ട്. ഇനി അത് കൂടാതെ how many black face cards are there? 6. How many red face cards are there? 6. How many face cards, club face cards are there? 2 and 3. 3. How many clubs? 1 2 3. 3 club face cards are there. അല്ലേ? How many jack face cards are there? Sorry. How many jack face cards are there? 4. അപ്പൊ ഇങ്ങനെ മറിച്ചും തിരിച്ചും ഇതിനകത്തുനിന്ന് നമുക്ക് കുറെ കാര്യങ്ങൾ കണ്ടെത്താൻ പറ്റും. ഇതിൽ മെയിനായിട്ട് ഈ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കണം. അപ്പൊ ഇവിടുത്തെ ടോട്ടൽ ഔട്ട്കം എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇപ്പൊ ഞാനൊരു ക്വസ്റ്റ്യൻ ഇവിടെ ഫ്രെയിം ചെയ്യാൻ പോവാ. ഇപ്പൊ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി. നേരത്തെ പോലെ അല്ല, ഇവിടെ ഞാനൊരു ക്വസ്റ്റ്യൻ പറയാൻ പോവാ. 1 card is taken at random from a set of 52 cards. Find the probability that the card taken is a face card. നിങ്ങളുടെ ഇങ്ങനെയാണ് ചോദിച്ചത്. അപ്പോൾ ആൻസർ പലർക്കും അറിയാമായിരിക്കും, പറയണ്ട. എങ്കിലും ഞാനിപ്പോൾ ചോദിക്കാൻ പോകുന്നത്, when one card is taken at random from a set of 52 cards, so what can be the total number of outcomes here? എത്ര ഔട്ട്കംസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യും? ഇപ്പൊ ഒരു കാർഡ് ഞാൻ ഇതിനകത്ത് നിന്ന് ഇങ്ങനെ എടുക്കുകയാണ്. അതിന്റെ അർത്ഥം ഇത് എടുക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളിപ്പോൾ ഒരു ഡൈ ടോസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ കിട്ടാം എന്ന് പറയുന്നത് പോലെ ഒരു കാർഡ് when I actually try to take one card from the set of 52 cards, എന്തൊക്കെ വരാം?
എന്തൊക്കെ വരാടേ? എന്തൊക്കെ വരാം? പറയൂ. എന്തൊക്കെ വരാം? ഞാൻ ഫൈനൽ ആൻസർ പറയണ്ടെന്നാ പറഞ്ഞത്. ഒരു കാർഡ് നിങ്ങൾ സെറ്റ് ഓഫ് 52 കാർഡ്സിൽ നിന്ന് ഇങ്ങനെ പിക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്തൊക്കെ വരാം? എന്തൊക്കെ വരാടെ? ആ, അതായത് ഈ പറഞ്ഞ 52 കാർഡ്സിൽ ഏത് വേണമെങ്കിലും വരാം. യെസ് ഓർ നോ? ഇറ്റ് ക്യാൻ ബി എനി ഓഫ് ദിസ് 52 കാർഡ്സ്. ഈ പറഞ്ഞ 52 എണ്ണത്തിൽ ഏത് വേണമെങ്കിലും വരാം. ആണോ അല്ലയോ? ബിക്കോസ് ഇറ്റ്സ് എ വെൽ ഷഫിൾഡ് ഡെക്ക് ഓഫ് 52 കാർഡ്സ്. ഇവിടെ നമ്മൾ സാധാരണ അങ്ങനെയാ പറയാ. ഇറ്റ് ഈസ് ആക്ച്വലി ടേക്കൺ ഫ്രം എ വെൽ ഷഫിൾഡ് സെറ്റ് ഓഫ് വെൽ ഷഫിൾഡ്. അപ്പൊ നമുക്ക് ഒട്ടും അറിയാൻ പറ്റില്ല. വെൽ ഷഫിൾഡ് സെറ്റ് ഓഫ് വാട്ട് 52 കാർഡ്സ്. അപ്പൊ അതിനെ സംബന്ധിച്ചിടത്തോളം ഷഫിൾ ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു സെറ്റ് ഓഫ് കാർഡ്സ് ആണെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്കറിയാം അവിടെ ഏത് കാർഡായിരിക്കും അതിനകത്ത് ഇരിക്കുക എന്ന് പറയാം, പ്രെഡിക്റ്റ് ചെയ്യുക ഇമ്പോസിബിൾ ആണ്. അപ്പൊ ഇറ്റ് ക്യാൻ ബി എനി ഓഫ് ദിസ് കാർഡ്. ഇറ്റ് മേ ബി ആക്ച്വലി 6, പിന്നെ ഏത് ഹേർട്ട് 6 എന്ന് പറയാം, അല്ലെങ്കിൽ 7 ഡയമണ്ട് ആവാം, അല്ലെങ്കിൽ ക്ലബ് ക്യൂൻ ആകാം, അതല്ലെങ്കിലോ ഹേർട്ട് കിങ് ആവാം, അല്ലെങ്കിലോ സ്പെയ്ഡ് കിങ് ആവാം. ഇതിൽ എന്ത് വേണമെങ്കിലും ആവാം. ഇന്നതേ ആകാവൂ എന്ന് നമുക്ക് പറയാം. അപ്പൊ അത് ശരിക്കും ഒരു അൺബയാസ്ഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് അല്ലെ? നമ്മൾ ഇതിനകത്ത് നിന്ന് എടുക്കുന്ന കാർഡ് ഏത് വേണമെങ്കിലും. അപ്പം ഹൗ മെനി പോസിബിലിറ്റീസ് ആർ ദിയർ? അങ്ങനെയാണെങ്കിൽ എത്ര പോസിബിലിറ്റീസ് ഉണ്ട് നമുക്ക്? അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് പോസിബിൾ ഔട്ട്കം എന്ന് പറയുന്നത് എന്തായിരിക്കും? 52 ആയിരിക്കും അല്ലെ? ഇനിയാണ് നമ്മൾ ഇവന്റിലേക്ക് വരുന്നത്. ഫൈൻഡ് ദ പ്രോബബിലിറ്റി ദാറ്റ് ദ കാർഡ് ടേക്കൺ ഈസ് എ ഫേസ് കാർഡ്. സോ ആക്ച്വലി വി ആർ എക്സ്പെക്ടിങ് എ ഫേസ് കാർഡ് from the set of shuffled set of cards, shuffled deck of cards. So നമ്മൾ ഇങ്ങനെ എടുക്കുമ്പോൾ എത്ര എണ്ണത്തിൽ നിന്നാണ് നമുക്ക് അങ്ങനെയാണെങ്കിൽ ഫേസ് കാർഡ് കിട്ടുക? How many are there as face card? 12. അപ്പൊ നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കം എന്ന് പറയുന്നത് എന്തായിരിക്കും? 12. So what is the pre of getting a face card? Is equal to 12 by number of favorable outcome divided by total number of outcome. What is the number of favorable outcome here? 12, alle? Divided by total number of outcome is 52. So actually we know it's a ratio, so we must express that ratio in its simplest form. So cancel the common factor existing in these two. Which is the common factor? Paranye 4 ഉണ്ട് അല്ലേ? അപ്പോൾ 3 divided by 13. So 3 by 13 ആണ് the probability of getting a face card from the set of well shuffled deck of 52 cards. സംശയം ഉണ്ടോ? ഉണ്ടോട്ടെ ഇതില്? അപ്പൊ ഇനി എനിക്ക് ഇതിനകത്ത് കുറെ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ഓരോരുത്തരായിട്ട് പറഞ്ഞിട്ട് പറയാം. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ബ്ലാക്ക് ഫേസ് കാർഡ്? അഭിചന്ദ്ര പറഞ്ഞേ. What is the probability of getting black face cards? 6 by 52. 6 by 52 means 3 by 26. Alle? Correct. Because we have 1, 2, 3, 4, 5, 6. 6 face cards which are black. Alle? അതിന്റെ കളർ ബ്ലാക്ക് ആയിട്ടുള്ള 6 ഫേസ് കാർഡ്സ് ഉണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ ഫേവറബിൾ ഔട്ട്കം 6. ആൻഡ് ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കം ഇറ്റ് റിമെയിൻസ് സെയിം ബിക്കോസ് വി ഹാവ് taken this card from the set of 52 cards. So it is 52. So that base it is 6 by 52. What is the probability of getting എന്താണ്
What is the probability of getting a black card? Hannah, what is the probability of getting a black card from this? 1/2. Yeah, 1/2, because we have 26 black cards. See here that 13 black cards, here also 13 black cards. So 13 plus 13, 26. 26 divided by total number of cards is 52. So 26 by 52 is 1/2 when it is in its simplest form. Okay, good. അടുത്തത് ഏതാ? സി ഇനി ഒരു സിറ്റുവേഷൻ ഞാൻ പറയുകയാണ്, നിങ്ങൾക്ക് ആലോചിച്ച് വയ്ക്കാമെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചോ. അതായത് we removed 6 black colored face cards. എന്താണ്? We removed 6 black colored black face card. 6 black face cards were removed from the set of 52 cards. What is the probability that the card taken is a red card? ആർക്ക് പറയാം? 26/40. 26 by hello 26 by 42 minus 26 by 46. 26 by 46. Very good. എന്താ കാര്യം? Since we removed, നമ്മൾ എത്രയാ എന്താ റിമൂവ് ചെയ്തേ? We removed 6 black face cards. എന്നിട്ട് നിങ്ങളുടെ അടുത്ത് ചോദിക്കുന്ന പ്രോബബിലിറ്റി, അപ്പം 6 ബ്ലാക്ക് ഫേസ് കാർഡ്സ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ 52 കാർഡ്സ് എന്നുള്ള കോൺസെപ്റ്റ് മാറി. ബിക്കോസ് ഹൗ മെനി കാർഡ്സ് ആർ ദെയർ നൗ? വി റിമൂവ്ഡ് 6 ബ്ലാക്ക് ഫേസ് കാർഡ്സ്. എത്രയായി? ഇറ്റ് ബിക്കം 46. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. Many of the time we may forget to subtract the number of cards removed from the total number of cards. ഇത് എന്താ പറ്റുകയെന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റേ ഫേവറബിൾ ഔട്ട്കം എടുക്കുമ്പോഴത്തേക്ക് നമ്മൾ അതിനെ കെയർഫുൾ ആയിട്ട് എടുക്കും. ബട്ട് ടോട്ടൽ ഔട്ട്കത്തിൽ ഈ സബ്ട്രാക്ഷൻ മറന്നു പോകും. കാരണം ടോട്ടൽ ഔട്ട്കം അവിടെ മാറി. അവിടെ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കം 52 അല്ല ഇപ്പോൾ. എന്താ കാര്യം? വി ഹാവ് ഓൺലി 46 cards because we removed 6 cards from the set of 52 cards. So what remains there is only 46. So 46 cards were there. ആ 46 കാർഡിൽ നിന്നും നമ്മൾ ഒരു കാർഡാണ് എടുക്കുന്നത്. Now we think about the probability on this 46 cards. അതുകൊണ്ടാണ് നമ്മുടെ ടോട്ടൽ ഔട്ട്കം ചേഞ്ച് ടു വാട്ട്? 46 ആവും. അല്ലേ? This is very important. Is changed to 46. ഇനി number of favorable outcome, that remains same because it was not disturbed at all. We removed only the black cards. അപ്പോൾ number of favorable outcome എത്രയായിരിക്കും? 26. That remains same because we removed only the black cards. So number of red cards remain same. അല്ലേ? അപ്പോൾ എന്താണ് അർത്ഥം? പ്രോബബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ which is equal to 26 by 46, which is equal to what? 26 by 46 എത്ര കിട്ടുക? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇതിൽ തന്നെ നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. What is the probability that the card taken is a black face card? Black face card. What is the probability that the card taken is a black face card? Lakshmi Priya. Lakshmi Priya ഇല്ലേ? Okay, Abhishek. Yes, sir. പറഞ്ഞേ. What is the probability that the card taken is a black face card? 0. Very good. അവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് നമ്മളിവിടെ പിന്നെ റിമൂവ് ചെയ്ത കാർഡ് ഏതാണെന്നുള്ള ബോധ്യം നമുക്ക് ഉണ്ടാവണം. വിച്ച് കാർഡ് ഈസ് റിമൂവ്ഡ് ഫ്രം ദി സെറ്റ് ഓഫ് 52 cards? That are actually 6 black face cards. അപ്പോൾ how many black face cards are there in this 52 cards? Only 6 are there. All the 6 are removed. So what remains in the system? Now only
no black face cards. We have 6 face cards in the set of 52 cards, but that are red. So there is no black face card in this set of 52 cards. So that means the possibility of getting a black face card എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? 0 ആയിരിക്കും. ഇറ്റ് ഈസ് ആൻ ഇമ്പോസിബിൾ ഇവന്റ് അല്ലേ? നമ്മളെ ടോട്ടൽ ഫേവറബിൾ ഔട്ട്കം, നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കം നമ്മൾ എടുക്കുന്ന സമയത്ത് വി ഗെറ്റ് ഓൺലി 0 നമ്പർ ഓഫ് എന്താണ് black face cards. So there is no black face cards in this. That's why the probability of getting a black face card is 0. Clear? അപ്പോൾ ഇത് വളരെ നമ്മളിപ്പോൾ എന്താ പറയുക, ഇപ്പം റാൻഡംലി പിക്ഡ് കാർഡ് നമ്മൾ എടുക്കുമ്പോൾ ഇതായിരിക്കും നമ്മുടെ അവസ്ഥ. നമുക്ക് ഏത് കാർഡാണ് വരിക എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഉണ്ടോ? ഇത് ഏത് കാർഡ്, നമ്മളൊരു കാർഡ് എടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ മാറിക്കൊണ്ടിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനെന്താണ് പ്യുവർ പ്രോബബിലിറ്റി നമുക്ക് ഉണ്ട് അല്ലേ? ഇല്ലേ? നമുക്ക് ഏത് കാർഡ് വരുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഓരോ സിറ്റുവേഷനിലും നമ്മൾ പിക്ക് ചെയ്യുമ്പോൾ ഏത് കാർഡ് വേണമെങ്കിലും നമുക്കിങ്ങനെ വരാം. സോ അതുകൊണ്ട് തന്നെ ദ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ഇവിടെ ക്ലിയർ ആണ്. അൺബയാസ്ഡ് സിറ്റുവേഷൻ ആണ്. ഒരു ഷഫിൾഡ് ഡെക്ക് ഓഫ് കാർഡ്സിൽ നിന്ന് നമ്മൾ ഒരു ഇതെടുത്തു കഴിഞ്ഞാൽ, ഇതിപ്പം ഈ കാർഡ് തന്നെ വേണമെന്ന് നിർബന്ധമില്ല. പകരം വെറുതെ അവർ നിങ്ങളെടുത്ത് പറയുകയാണ് ഒരു നമ്പേർഡ് കാർഡ് നമ്മൾ എടുത്തു. അപ്പൊ നമ്പേർഡ് കാർഡ് എടുത്തിട്ട് അതിന്റെ പ്രോബബിലിറ്റി അപ്പൊ 10 വരെ 1 to 10 മാർക്ക് ചെയ്തിട്ടുള്ള ഒരു സെറ്റ് ഓഫ് കാർഡ്സ് എടുത്തു. വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ നമ്പർ 6? പറഞ്ഞേ, വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ നമ്പർ 6 ഫ്രം ദിസ് സെറ്റ് ഓഫ് 10 cards which are numbered 1, 2, 3 etc up to 10? What is the probability of getting a number 6 from that set of cards? 1/10. 1/10, because there are 10 cards out of which 1 is taken. And that card is actually a number 6. ഇനി ഇത് മറ്റൊരു രീതിയിൽ ചോദിക്കാം, what is the probability that the card taken is a multiple of 3? അങ്ങനെ ചോദിച്ചാലോ? So multiple of 3 ചോദിച്ചു എന്ന് വെച്ചു. Multiple of 3 ചോദിച്ചു കഴിഞ്ഞാൽ tell me. 3/10. So we should know the outcomes there. 3, 4, 5, 6, 8, 9, 10. So these are this. അപ്പൊ അതിനകത്ത് which are the, ഇത് നമ്മുടെ ടോട്ടൽ ഔട്ട്കം. We know the total outcome is 10. Which are the favorable outcome? Favorable outcome ഏതൊക്കെയാ നോക്കി? ഏതൊക്കെയാ? മൾട്ടിപ്പിൾസ് ഓഫ് 10. എന്താത്? സോറി, മൾട്ടിപ്പിൾസ് ഓഫ് 3. ഏതൊക്കെയാ മൾട്ടിപ്പിൾസ് ഓഫ് 3 വരുന്നത്? 3, 6, 9. 3, 6 and 9 അല്ലെ? ഈ 3 എണ്ണമാണ് വരുന്നത്. സോ വാട്ട് ഈസ് ദ പ്രോബിലിറ്റി എന്ന് പറഞ്ഞാൽ 3/10 നിങ്ങൾക്ക് കിട്ടും. ബിക്കോസ് ദ നമ്പർ ഓഫ് favorable outcome is 3 and the total number of outcome is 10. So ഈ ഐഡിയ ക്ലിയർ ആണോ? ഈ സ്പിന്നിങ് വീലിന്റെ കേസ് ഒന്ന് ജസ്റ്റ് നോക്കിയിട്ട് പോവാം. സ്പിന്നിങ് വീൽ എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾക്ക് അറിയാം, ഇവിടെ ഇപ്പൊ നമ്പർ ഓഫ് വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ദാറ്റ് ഈസ്, ഇത് സ്പിന്നിങ് വീലിന്റെ കഥ അറിയാമല്ലോ. ഇപ്പൊ ഇതിങ്ങനെ സ്പിൻ ചെയ്യുമ്പോഴത്തേക്ക് ഇത് എവിടെ പോയി നിൽക്കുന്നു എന്നുള്ളതിനനുസരിച്ചിട്ടാണ് നമ്മൾ സ്പിന്നിങ് വീല് പറയുന്നത്. നിങ്ങൾ കണ്ടിട്ടില്ലേ? നിങ്ങൾ വലിയ ഈ ഷിപ്പുകളിലൊക്കെ ഇപ്പോൾ ഉണ്ട്, ഗാംബ്ലിംഗുകാരൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അവർ ഇങ്ങനത്തെ ഒരു ഇത് എവിടെയാണ് ഇരിക്കുന്നത്? ഇപ്പോൾ ഈ സെക്കൻഡ് കളറിൽ അല്ലേ? ഇതിൻ്റെ ബ്രൗണിലാണ് അത് നിർത്തിയത്. അപ്പൊ ഇവിടെ ഈ ബ്രൗണിൽ എത്തിക്കഴിഞ്ഞാൽ അവർ ജയിച്ചതായിട്ട് പ്രഖ്യാപിക്കും. അപ്പൊ അങ്ങനെ ഒരു ഗെയിമാണെന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ദിസ് ബ്രൗൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ പറയുക? അതിലെ മാത്തമാറ്റിക്സ് എന്തായിരിക്കും? ഇത് 1/3 അല്ലെ? അപ്പൊ നമ്മൾ അവിടുത്തെ ടോട്ടൽ ഔട്ട്കം നമുക്ക് അറിയാം. there is a possibility that this pointer may point brown, green and red. ഈ 3 പോസിബിലിറ്റി ഉണ്ട് അല്ലെ? ഏതൊക്കെയാ? ബ്രൗണിലും പോയിന്റ് ചെയ്യാം, അതല്ലെങ്കിൽ ഗ്രീനിലും പോയിന്റ് ചെയ്യാം, അതല്ലെങ്കിൽ റെഡിലും പോയിന്റ് ചെയ്യാം അല്ലെ? ഈ 3 എണ്ണത്തിൽ വേണമെങ്കിലും പോയിന്റ് ചെയ്യാം. So these 3 are the total outcomes. അത് നമ്മൾ ടോട്ടൽ ഔട്ട്കം ആയിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്തു. കറക്റ്റ്? ഇനി എന്താണ് നമ്മുടെ പ്രോബബിലിറ്റി ചോദിക്കുന്നത്? വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ദ കളർ റെഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ സ്പിൻ ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. വി നോ ദ പ്രോബബിലിറ്റി. വാട്ട് ഇറ്റ് ഈസ് പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് റെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഇത്
പറഞ്ഞേ 1 2 1 by 3 3. 1/3 because red എന്ന് പറയുന്നത് ഒറ്റ കേസേ ഉള്ളൂ. സോ ദ ഫേവറബിൾ ഔട്ട്കം ഈസ് 1 അല്ലേ, ഓൺലി 1 കേസ്, നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കം. ഇനി ഇതുപോലെ തന്നെ വെൻ യു ഇൻക്രീസ് ദിസ്, ഈ നമ്പർ ഓഫ് പാറ്റേൺ ഞാൻ ഇൻക്രീസ് ചെയ്തു, സി ഐ ഇൻക്രീസ് ടു 7. സോ വി ഹാവ് എത്ര കളേഴ്സ് ഉണ്ട് ഇവിടെ? 1 2 3 4 5 6 7. സി 7 കളേഴ്സ് സ്റ്റഡി. അപ്പൊ ഈക്വലി ഡിവൈഡഡ് ആണ്. ഈ ഏരിയ ഈസ് ഡിവൈഡഡ് ഈക്വലി. അപ്പൊ ഡിവൈഡഡ് ഈക്വലി ആകുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും നമുക്കറിയാം ഈച്ച് ഓഫ് ദിസ് ഏരിയ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പൊ ഇതേപോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ രീതിയിലും ഈ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഇപ്പോൾ നിങ്ങൾ ഒരു പോണ്ട് അല്ലെങ്കിൽ ഒരു ഏരിയ ഇവിടെ ഒരു പോണ്ട് ഉണ്ട്. അപ്പൊ ഈ ഏരിയ ഒരു 3/3 ആണെന്ന് വെച്ചോ. ഇവിടെ ഒരു പോണ്ട് ഉണ്ട്. ഈ പോണ്ടിന്റെ റേഡിയസ് തന്നിട്ടുണ്ട് സം 1, ഇത് മീറ്റർ ആണെന്ന് വെച്ചു. ഇത് ഒരു 1 സെന്റിമീറ്റർ ആണ്. സോറി 1 സെന്റിമീറ്റർ അല്ല, സോറി 1 മീറ്റർ. അപ്പൊ നിങ്ങളടുത്ത് ചോദിക്കുകയാണ്, ഒരാള് ഒരുപാട് മുകളിൽ നിന്നും ഒരു പ്ലെയിനിൽ നിന്ന് ചാടുകയാണ്. ഈ ഏരിയ ലക്ഷ്യമാക്കിയാണ് ചാടിയത്. കറക്റ്റ് ഇതിന്റെ മുകളിൽ നിന്ന് വിട്ടു. ഇവിടെ വന്ന് വീഴോ, ഇവിടെ തന്നെ വീഴോ എന്നൊന്നും നമ്മൾ നോക്കണ്ടേ. എന്തായിരുന്നാലും അയാൾ ഈ ഏരിയക്കകത്തെ വീഴുള്ളൂ എന്ന് സങ്കല്പിക്കുക. വേറെ പോസിബിലിറ്റി ഇല്ല, ഇതിന് പുറത്ത് വീഴില്ല എന്നുള്ള ഒരു ഐഡിയൽ സിറ്റുവേഷൻ എടുക്കുന്നത്. ഇയാൾ ഇതിനകത്തെ വീഴുള്ളൂ. പക്ഷെ ഇതിനകത്ത് വീഴുകയാണെങ്കിൽ എവിടെ വീഴും? പോണ്ടിനകത്ത് വീഴാനുള്ള പ്രോബബിലിറ്റി എന്തായിരിക്കും പറയാമോ? വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ദാറ്റ് പർട്ടിക്കുലർ പേഴ്സൺ മേ fall into this particular pond? ഈ പോണ്ടിൽ വീഴാനുള്ള ചാൻസ് എന്തായിരിക്കും പറയാമോ? 1/9. അവിടെയാണ് 1/9 എന്ന് പറഞ്ഞു. ദാറ്റ് ഈസ് റോങ്. എന്താ കാര്യം? ഈ 9 എന്ന് പറഞ്ഞത് ഞാൻ അംഗീകരിക്കുന്നു, കാരണം ദാറ്റ് ഈസ് ദ ഏരിയ ഓഫ് ദിസ് ഹോൾ ലാൻഡ് അല്ലെ. ഈ മൊത്തം ഏരിയക്കകത്ത് എവിടെ വേണമെങ്കിലും വീഴാം. പക്ഷെ ഈ പോണ്ടിൽ തന്നെ വീഴണമെങ്കിൽ there is a chance. എന്താണ് ആ ചാൻസ്? പറഞ്ഞോ, ആരോ പറയാ. ഏരിയ ഓഫ് സർക്കിൾ ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് ദി സ്ക്വയർ. അതിന് കാരണം എന്താ? ഈ ചാൻസ് എന്ന് ഇത് ഏരിയ എന്ന് പറയുന്നത് ഒരു മീറ്റർ സ്ക്വയർ ആണ്. അങ്ങനത്തെ എത്ര മീറ്റർ സ്ക്വയർ ഉണ്ടെന്നാണ് നമുക്ക് ഒരു ഏരിയയിൽ പറയാൻ പറ്റുന്നത്. സ്ക്വയറിലെന്ന് പറയുന്നത് 9 മീറ്റർ സ്ക്വയർ ഉണ്ട്. അതെ അതെ, അതിനകത്ത് ഈ ഒരു എത്ര മീറ്റർ സ്ക്വയർ ആണ്? ഏരിയയുടെ 1 മീറ്റർ സ്ക്വയർ ആണെന്ന് പറയാൻ പറ്റില്ല. ഇത് πr സ്ക്വയർ ആണ് ഇതിന്റെ ഫോർമുല. അപ്പൊ ഇതിന്റെ റേഡിയസ് 1 മീറ്റർ ആണെങ്കിൽ നമുക്ക് ഏരിയ കണ്ടുപിടിക്കാൻ അറിയാമല്ലോ. πr സ്ക്വയർ യൂസ് ചെയ്തിട്ട് നമ്മൾ അതിന്റെ ഏരിയ കണ്ടുപിടിക്കണം. അപ്പൊ ആ ഏരിയക്ക് അകത്ത് ഇത് വീഴാനുള്ള ചാൻസ് എന്താന്ന് വെച്ചാൽ ഏരിയ ഓഫ് സർക്കിൾ ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് സ്ക്വയർ. ഇപ്പൊ ആരാ സംസാരിച്ചേ? ലക്ഷ്മിപ്രിയ അല്ലയോ? ആണോ? അപ്പൊ നേരത്തെ ഞാൻ ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോ നിന്റെ സൗണ്ട് കേട്ടില്ല. നീ ഉണ്ടായിരുന്നില്ലേ അപ്പോ? ഓക്കെ. അപ്പോ ഇവിടെ ഏരിയ ഓഫ് സർക്കിൾ ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് സ്ക്വയർ അല്ലെ, അതാണ് അവിടുത്തെ ഏരിയ. അതാണ് ആ പ്രിൻസിപ്പിൾ തന്നെയാണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. സിൻസ് ദിസ് ഇസ് ഡിവൈഡഡ് ഈക്വലി, അപ്പൊ ഇവിടെ ഓരോന്നിലേക്കും ഈ പോയിന്റർ വരാനുള്ള ചാൻസ് ഈക്വൽ ആണ്. കാരണം നമുക്കത് സ്പിൻ ചെയ്യുമ്പോൾ മനസ്സിലാവും. കണ്ടോ, ഈ പോയിന്റർ സ്പിൻ ചെയ്ത് ഏതിൽ വേണമെങ്കിലും പോയി നിൽക്കാം. സോ what may be the probability that pointer may stop at blue color എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ what is the probability that this pointer may 1/7. 1/7 അല്ലെ, 1/7. it is 1/7 because total number of cases എത്ര എണ്ണം ഉണ്ട്? ഇതിൽ ഏത് കളർ വേണമെങ്കിലും വരാം. അപ്പം 7 cases are there total, out of which how many are blue? only 1 blue is there. ശരി, അപ്പോൾ ഒരു ബ്ലൂവേ ഉള്ളൂ എങ്കിൽ ഇത് വരും. ഇനി അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് മനസ്സിലാക്കാവുന്ന മറ്റൊരു കേസാണ് ഈ ബാസ്ക്കറ്റിനകത്തുള്ള ബോളിനെ കുറിച്ചിട്ട് നമുക്ക് ചിന്തിക്കാം. നാളെ തൊട്ട് നിങ്ങൾക്ക് ക്ലാസ് ടെസ്റ്റുകളാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യാനുള്ളത് ആദ്യം പ്രോബബിലിറ്റി ക്ലാസ് ടെസ്റ്റ് ആയിരിക്കും കേട്ടോ. ഞാൻ ഈ കോൺസെപ്റ്റ്സ് എല്ലാം പറഞ്ഞു പോകുന്നത് കൊണ്ട് മനസ്സിലാകാത്തത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക. ടെക്സ്റ്റ് ബുക്കിലെ എക്സസൈസ് ഇപ്പം നിങ്ങൾ ഇന്ന് തന്നെ ചെയ്യാൻ പറ്റും. ഇവിടെ ഇപ്പം ഞാനിങ്ങനെ ഒരു ബാസ്ക്കറ്റിനകത്ത് ബോൾ ഇട്ടിട്ടുണ്ട് കുറെ. അപ്പം ഇത് റെഡ്, ഇത് ബ്ലൂ,
ഇത് ഗ്രീൻ, ഇത് റെഡ്, ഇത് ബ്ലൂ, ഇത് ഗ്രീൻ, ഇത് റെഡ്, ഇത് ബ്ലൂ, ഇത് ഗ്രീൻ, ഇത് റെഡ്, ഇത് റെഡ്, ഇത് ബ്ലൂ. ഇങ്ങനെ ബാസ്ക്കറ്റിനകത്ത് ഒരു ബോൾ ഇട്ടേക്കണം. ഇത് ഇറ്റ് ഈസ് എ ക്ലോസ്ഡ് ബാസ്ക്കറ്റ്. ഓൺലി ഒരു ചെറിയ കൈ മാത്രം ഇതിനകത്തേക്ക് കടക്കാം എന്ന് വെച്ചു. എന്നിട്ട് ആ ബോൾ എടുക്കാൻ പറ്റും. ഹൗ മെനി റെഡ് ആർ ഹിയർ? എത്ര റെഡ് ഉണ്ട്? എത്ര റെഡ് ഉണ്ട്? ആ അല്ലേ, ഇതെല്ലാം റെഡ് അല്ലേ? 1 2 3 4 5 6 7 റെഡ് അല്ലേ? 7 റെഡ്. ബ്ലൂ അല്ലേ? ഏ ഒരെണ്ണം ബ്ലൂ അല്ലേ സാർ? വെറ്റിയല്ലേ? ആണോ? ഇനിയിപ്പോ ഒരെണ്ണം ബ്ലൂ ആ അല്ലേ? സോറി. അപ്പൊ 7 എണ്ണേ ഉള്ളൂ അല്ലേ? ഞാൻ തന്നെ എനിക്ക് തന്നെ തിരിച്ചറിയാൻ വയ്യ ഏത് ബ്ലൂ ആണോ റെഡ് ആണോ. അപ്പം നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? അതുകൊണ്ട് ഞാൻ എഴുതാം. 7 അല്ലല്ലോ, 6 അല്ലേ? 6 റെഡും എത്ര ബ്ലൂ? 1 2 3 4 ബ്ലൂ അല്ലേ? പിന്നെ എത്ര ഗ്രീൻ? 2 3 ഗ്രീൻ, 3 ഗ്രീൻ. അപ്പോൾ ഇതാണ് ഇതിനകത്തുള്ളത്. അപ്പം മൊത്തം എത്ര ബോൾ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 13 ബോൾസ് അല്ലേ? 13. We have 13 balls. 13 balls. ഈ 13 balls. അപ്പോൾ ഇനി one person is taken a ball from this basket. അപ്പോൾ ഒരു ബോൾ ഈ ബാസ്ക്കറ്റിനകത്ത് നിന്ന് എടുക്കണം. What is the probability that that ball taken is a red ball? 6/30. 6/30. സോ പ്രോബിലിറ്റി വളരെ സിമ്പിൾ ആണ്. കാരണം നമുക്കറിയാം അവിടെ നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ള എത്ര കണ്ടീഷൻസ് ഉണ്ടോ അതാണ് നമ്മുടെ ടോപ്പ് എന്ന് പറയുന്നത്, ന്യൂമറേറ്റർ. ആൻഡ് ഹിയർ യു ക്യാൻ സീ ദാറ്റ് ദർ ആർ ഓൺലി 6 റെഡ് ബോൾസ്. സോ നമുക്ക് എടുക്കാൻ പറ്റുന്ന റെഡ് എന്ന് പറഞ്ഞാൽ ഈ 6 ഏതെങ്കിലും ഒരെണ്ണമായിരിക്കും. അപ്പൊ നമുക്ക് കിട്ടാൻ ചാൻസ് എന്ന് പറഞ്ഞാൽ ഈ 6. ടോട്ടൽ നമ്പർ ഓഫ് ബോൾസ് എന്ന് പറയുന്നത് ഇതെല്ലാം കൂടെ ചേർന്ന് 13 ബോൾസ്. സോ വാട്ട് ഈസ് ദ പ്രോബിലിറ്റി? ഇറ്റ് ഈസ് 6/13. It is the case of getting a red ball. What is the probability of getting a green ball? 3/30. Green ball ആണെങ്കിൽ 3/30. അപ്പോൾ തന്നെ ബ്ലൂ ബോൾസ് ആണെങ്കിലോ 4/30. 4/30. അപ്പോൾ ഐ തിങ്ക് നമ്മൾ വളരെ ക്ലിയർ ആയി. ഇപ്പോൾ ഇനി നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻ, ഒരു മിനിറ്റ്, എനിക്ക് എന്താ പറ്റിയെന്ന് പറഞ്ഞാൽ എൻ്റെ സിസ്റ്റത്തിലുള്ള എല്ലാം പോയി. അപ്പം ടെക്സ്റ്റ് ബുക്ക് ഡൗൺലോഡ് ചെയ്യണം. ടെക്സ്റ്റ് ബുക്ക് അല്ലേ? ഈ നോട്ട് ഇ എന്ന് പറയുന്നതിന്റെ പേരെന്താ? കോംപ്ലിമെന്റ് ആണ്. പ്രോബിലിറ്റി ഓഫ് ആൻ ഇവന്റ് ഇ പ്ലസ് പ്രോബിലിറ്റി ഓഫ് ആൻ ഇവന്റ് നോട്ട് ഇ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇപ്പൊ ലൈക്ക് ഇപ്പൊ നമ്മൾ ഹെഡും ടെയിലും ഉണ്ട്. പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ഹെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/2 നമുക്കറിയാം. ഇനി പ്രോബിലിറ്റി ഓഫ് നോട്ട് ഗെറ്റിംഗ് ഹെഡ് എന്ന് പറഞ്ഞാൽ ഏതാ? ടെയിൽ എന്ന് പറഞ്ഞാൽ അത് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഈക്വലി ലൈക്ലി ആയിട്ടുള്ള ഇവന്റ് ആണ്. ഓക്കെ, അത് എത്രയായിരിക്കും രണ്ടും കൂടെ ചേർന്നാൽ? 1. The probability of an event that cannot happen is 0. Such an event is called impossible events. Alle? Impossible events. Then the probability of an event that is certain to happen is 1. Such an event is called Sure. The sum of the probabilities of all elementary events of an experiment is 1. Very good. The probability of an event is greater than or equal to dash and less than or equal to dash. എത്രയായിരിക്കും? 0 and 1. Greater than or equal to 0 ആയിരിക്കും, less than or equal to 1 ആയിരിക്കും. നമ്മൾ പറഞ്ഞതാണ്, മനസ്സിലായില്ലേ? Which of the following experiments I have equally likely? ഞാൻ അത് നോക്കുന്നില്ല, അതിൽ ചില കോൺട്രവേഴ്സീസ് ഉണ്ട്. പോട്ടെ.
അതായത് ഈക്വലി ലൈക്ലി ആയിട്ടുള്ള ഡ്രൈവർ അറ്റംപ്റ്റ്സ് ടു സ്റ്റാർട്ട് എ കാർ, ദ കാർ സ്റ്റാർട്ട്സ് ഓർ ഡസ് നോട്ട് സ്റ്റാർട്ട്. ഇതെന്താണെന്നറിയാം, ഈ സ്റ്റേറ്റ്മെന്റിനെ കുറിച്ചിട്ട് നമ്മൾ ഇതൊരു ഡിപ്പെൻഡന്റ് സ്റ്റേറ്റ്മെന്റ് ഒന്നുമല്ല. പലതും എന്താ പറയുക, പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ളതല്ല, ഒരു ക്വാളിറ്റിയെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ഇപ്പം ഡിപ്പെൻഡ്സ് അപ്പോൺ ദ കാർ, ഈവൺ എഫ് നല്ല പുതിയ കാറാണെങ്കിൽ കൂടിയും അതൊരു അൺസർട്ടൻ പ്രോസസ്സായിട്ട് മാറും. അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് അറിയാമല്ലോ എന്താണ് ഈക്വലി ലൈക്ലി എന്നുള്ളത് അറിയാമെങ്കിൽ യു വോണ്ട് എക്സ്പെക്ട് ഇങ്ങനത്തെ ക്വസ്റ്റൻ ഒന്നും നിങ്ങൾക്ക് വരത്തില്ല കേട്ടോ. എ ബേബി ഈസ് ബോൺ, ഇറ്റ് ഈസ് ബോയ് ഓർ എ ഗേൾ. ഇപ്പം ഇന്ത്യയിലാണെങ്കിൽ ഇറ്റ് ഈസ് ഓക്കെ, കാരണം എന്താ, നമ്മൾ കുട്ടി ആണാണോ പെണ്ണാണോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല. എന്താ, നേരത്തെ സ്കാൻ ചെയ്ത് മനസ്സിലാക്കാനുള്ള നിയമമില്ല. ബട്ട് ഇപ്പോൾ മറ്റ് കൺട്രീസിലൊക്കെ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഇതിങ്ങനെയുള്ള സ്റ്റേറ്റ്മെൻറ്റിന് ഞാൻ കൂടുതൽ ഇത് കൊടുക്കുന്നില്ല, കാരണം അതൊന്നും പരീക്ഷയ്ക്ക് അങ്ങനെ ചോദിക്കത്തില്ല. ബട്ട് യു ഷുഡ് നോ വാട്ട് ഈസ് ഈക്വലി ലൈക്ലി ഔട്ട്കംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഉറപ്പായും അതും സംഭവിക്കാം അല്ലെങ്കിൽ ഇതും സംഭവിക്കാം. ലൈക്ക് ഇറ്റ് ടോസിങ് എ കോയിൻ അല്ലേ, രണ്ടിൽ ഏത് വേണമെങ്കിലും ഒരുപോലെ സംഭവിക്കാവുന്നത്, അതാണ് ഈക്വലി ലൈക്ലി എന്നുള്ളത്. ഓക്കെ, why is tossing a coin considered to be a fair way to decide which team should get the ball big? അത് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യുക, അതൊന്നും ഒരു മെച്ചമുള്ള ക്വസ്റ്റ്യൻ അല്ല. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് cannot be the probability of an event? Negative 1.5. -1.5. ഇതെന്താ, ഈ 15% പോസിബിൾ ആണ്. എന്താ കാര്യം, 15/100 എന്ന അർത്ഥം. 15/100 എന്നുള്ളത്. സോ ദിസ് is -1.5. അത് ശ്രദ്ധിക്കുക. Then next question, if probability of E is 0.05, what is probability of not E? 0.95. എന്ത് ചെയ്താൽ മതി, how do you get that? 1 minus probability of not E എന്ന് പറഞ്ഞാൽ കോംപ്ലിമെന്റ് ഓഫ് E എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മൈനസ് പ്രോബിലിറ്റി ഓഫ് E ആണ്. അപ്പോൾ അത് ഓർമ്മിച്ചാൽ മതി. ഈ ടെക്നിക്ക് നമുക്ക് പല സ്ഥലത്തും ഉപയോഗിക്കാൻ പറ്റും, അതും ഓർമ്മിച്ചോളാം. എ ബാഗ് കണ്ടെയ്ൻസ് ലെമൺ ഫ്ലേവർഡ് കാൻഡീസ് only. Malini takes out one candy without looking into the bag. What is the probability that the takes is an orange flavored candy? Agenda 0. It is impossible to get an orange flavored candy because it has only what? Lemon flavored candy. അല്ലേ? പിന്നെ ലെമൺ ഫ്ലേവേർഡ് കാൻഡി ആകുമ്പോൾ അതെന്ത് ഇവന്റ് ആവും? ഷുവർ ഇവന്റ് ആവും. It is given that in a group of 3 students, the probability of 2 students not having same birthday is 0.992. What is the probability that the 2 students having same birthday? അതായത് അതായത് ഈ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഈ ക്വസ്റ്റ്യനുകൾ ഈ രണ്ട് ഇവന്റും തമ്മിൽ എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഒന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ മറ്റത് സംഭവിക്കില്ല. ദേ ആർ കോംപ്ലിമെന്റ് ടു ഈച്ച് അതർ. ലൈക്ക് അറ്റ്ലീസ്റ്റ് വൺ ഹെഡ് ആൻഡ് നോ ഹെഡ്. കേട്ടോ, അറ്റ്ലീസ്റ്റ് വൺ ഹെഡ് ആൻഡ് നോ ഹെഡ്, അതായത് 2 ടൈൽസ് എന്ന് ഞാൻ പറഞ്ഞത്, അത് പറഞ്ഞ പോലത്തെ ഇവന്റുകളാണ്. അതായത് പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 2 students not having birthday on the same date is 0.992. And what is the probability of getting 2 students have the same birthday എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഈ ഗ്രൂപ്പ് ഏതിനകത്ത് വരത്തില്ല, നേരത്തെ പറഞ്ഞതിനകത്ത് വരത്തില്ല. ദേ ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണ്. അപ്പോൾ അത് ഉറപ്പായിട്ടും എന്താണ്, കോംപ്ലിമെന്ററി ഇവന്റ്സ് ആണ്. അതുകൊണ്ട് തന്നെ ഇത് രണ്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും? 1 കിട്ടും. അപ്പോൾ ഇതിന്റെ പ്രോബിലിറ്റി എത്രയായിരിക്കും? 1 മൈനസ് 0.992. Correct? Please find it. പ്രശ്നമല്ല. അടുത്ത ക്വസ്റ്റ്യൻ വേണോ? എ ബാഗ് കണ്ടെയ്ൻ 3 red balls, 5 black balls. അത് നിങ്ങൾ ചെയ്യുമല്ലോ. അടുത്ത എ ബോക്സ് കണ്ടെയ്ൻ 5 marbles. That also you can do. Not green എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി റെഡ് ഓർ വൈറ്റ്. അത് ഓർമ്മ വേണം. മനസ്സിലായില്ലേ? There are 2 possibilities. It can be either red or a white. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ടോട്ടൽ ഫേവറബിൾ ഔട്ട്കം എന്ന് പറയുന്നത് ഏതൊക്കെ വരും? 5 + 8 വരും അല്ലേ? നോട്ട് ഗ്രീൻ എന്നുള്ള ക്വസ്റ്റിന്റെ ആൻസറാണ് ഞാൻ പറയുന്നത്. സംശയം ഉണ്ടോ? ചോദിച്ചോ. ഇവിടെ ഈ ക്വസ്റ്റിന്റെ ആൻസറിൽ വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ മാർബിൾ വിച്ച് ഇസ് നോട്ട് ഗ്രീൻ. നോട്ട് ഗ്രീൻ എന്ന് പറഞ്ഞാൽ എന്തൊക്കെ വരാം? ഇറ്റ് ക്യാൻ ബി റെഡ്, റെഡും വരാം, വൈറ്റും വരാം. So how many red? 5 + 8. So there are 13 possibilities which are not green. Okay.
അപ്പോൾ 13 by ടോട്ടൽ അല്ലേ? A piggy bank contains 50 paise coin, 150 paise coin, and 51 coin, 22 coins, rupees 2 coins, and 10 5 rupee coin. If it is equally likely that one of the coin fall out from, okay, what is the probability that it is a fail? Will not be a rupees 5 coin. I think ഇത് അതുപോലെ തന്നെയാണല്ലോ. ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? ഇപ്പോൾ വിൽ ബി എ 50 പൈസ കോയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് കോയിൻ ആദ്യം മനസ്സിലാക്കണം. അതിൽ എത്ര 50 കോയിൻ ഉണ്ടോ ദാറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് കോയിൻസ് യു വിൽ ഗെറ്റ് ദ പ്രോബബിലിറ്റി. ചെയ്യാൻ പറ്റില്ലേ? ചെയ്യാൻ പറ്റില്ലേ? Yes, sir. Gobi buys a fish from a shop for his aquarium. The shopkeeper takes out one fish at random from a tank containing. എനിക്ക് തന്നെ കാണാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് ചെറുതായിട്ട് തോന്നുന്നുണ്ടോ അവിടെ ഇത്? ഇപ്പൊ ശരിയായില്ലേ? കുഴപ്പമില്ല. എനിക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നല്ലോ. ഓക്കെ, നോക്കിയേ. ഇത് 5 മെയിൽ ഫിഷ് ആൻഡ് 8 ഫീമെയിൽ ഫിഷ്. അതിനകത്തുനിന്ന് ഒരെണ്ണം എടുക്കുന്നു. അത് നിങ്ങൾക്ക് പറയാൻ പറ്റും മെയിലാണോ ഫീമെയിലാണോ എന്നുള്ളത്. ഓക്കെ, ഇറ്റ്സ് എ ഗെയിം ഓഫ് ചാൻസ് കൺസിഡർ. ഓക്കെ, ഇതിനകത്തുനിന്ന് ഇത് നമ്മളെ പോയിന്റർ പോലെ അല്ലേ? ഈ പോയിന്റർ ഏതിൽ വന്ന് നിൽക്കും എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ എത്ര നമ്പേഴ്സ് ഉണ്ടോ അതാണ് ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കം. ആൻഡ് ഓഡ് നമ്പർ എന്ന് പറയുമ്പോൾ ഏതൊക്കെ വരാം? ഫേവറബിൾ ഔട്ട്കംസ് ഏതൊക്കെയായിരിക്കാം? വിച്ച് ആർ ദ ഫേവറബിൾ ഔട്ട്കംസ്? 1 3 5 7 അല്ലേ? ദിസ് 4 കേസസ് അല്ലേ? 1 2 3 4. അപ്പൊ 4 എണ്ണം ഉണ്ട്. ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കം എത്രയാ? 8. അപ്പോൾ 4/8 ആയിരിക്കും പ്രോബിലിറ്റി. അപ്പോൾ അത് നിങ്ങൾക്ക് ചെയ്യാം. ഡൈ ഈസ് ത്രോൺ, എ പ്രൈം നമ്പർ ലൈങ് ബിറ്റ്വീൻ 2 and 6 ആൻഡ് ഓഡ് നമ്പർ, ഇതെല്ലാം ചെയ്യാൻ പറ്റും. 1 കാർഡ് ഈസ് 10. വാട്ട് ഈസ് പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ റെഡ് കളർ? യെസ്, ചാൻസസ് കുറവാണെന്നറിയാം. എന്നാലും ഈ പോയിന്ററിലൊക്കെ അത് എഡ്ജി വന്ന് നിന്നാണ് എന്ത് ചെയ്യും? വെരി ഗുഡ്. അത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ബൗണ്ടറി ഇൻക്ലൂഡഡ് ആണ്. ഏരിയ പോലെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പം ബൗണ്ടറിയിൽ വന്ന് നിൽക്കുന്ന സ്റ്റേജസ് വരാം. പക്ഷേ അതിനെ നമ്മൾ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്മൾ സാധാരണ അത് അങ്ങനെ സ്പെസിഫിക് ആയിട്ട് ഏതെങ്കിലും ഒരു പൊസിഷനിൽ നിർത്തുന്ന രീതിയിലായിരിക്കും ആ പോയിന്റർ സെറ്റ് ചെയ്തിട്ടുണ്ടാവുക. മനസ്സിലായില്ലേ? ബൗണ്ടറിയിൽ വന്ന് നിൽക്കില്ല. അങ്ങനെ ഒരു കേസ് എടുക്കണ്ട. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത് അൺബയാസ്ഡ് ആയി പോകും. ഇറ്റ്സ് എൻ അൺബയാസ്ഡ് അല്ല ബയാസ്ഡ് ഇവന്റ് ആയി പോകും. കാരണം ഏത് വരുമെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാനൊന്നും പറ്റത്തില്ലല്ലോ. എന്ത് 8 ആണോ 1 ആണോ 8 ആണോ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് വരും. പ്ലീസ് അങ്ങനെയുള്ള കേസസ് വിട്ടിട്ടുള്ള ഒരു ഐഡിയൽ സിറ്റുവേഷനെ കുറിച്ച് ചിന്തിച്ചാൽ മതി. അത് വളരെ വളരെ വിദൂരമായ പ്രോബബിലിറ്റി ആണല്ലോ അങ്ങനെ വരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്തോ. ഇന്ന് എനിക്കൊരു മീറ്റിംഗും ഉണ്ട്. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്തോ, ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ഒന്ന് നോക്കുക. ഇതിലേതെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ദാറ്റ് വിൽ ഡിസ്കസ് ടുമോറോ. ആൻഡ് അതിനൊപ്പം തന്നെ നാളെ നിങ്ങൾക്ക് ഇതിൻ്റെ ക്ലാസ് ടെസ്റ്റും ഞാൻ ഇട്ടേക്കും. ഇത് ക്ലിയർ ആണോ പ്രോബബിലിറ്റി? പക്കയല്ലേ? ഇപ്പൊ ഓണേഴ്സിന്റെ ഏത് ഓണേഴ്സ് കാർഡ് ഏതാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ലക്ഷ്മി പ്രിയക്ക് ഇപ്പം പ്രോബബിലിറ്റി പറയാൻ പറ്റില്ലേ? പറയാൻ പറ്റും സാർ. അത്രേ ഉള്ളൂ. അപ്പൊ ഓണേഴ്സ് കാർഡ് ഏത് എന്നുള്ളത് അത് ഞാൻ പറഞ്ഞത് ആ കളി അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ ഓണേഴ്സ് കാർഡിനെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റുള്ളൂ. നമ്മളിപ്പോൾ എല്ലാ കളിയും പഠിച്ചിട്ട് അപ്പം അങ്ങനെയാണെങ്കിൽ അടുത്ത വേറെ കളിക്കാർ വരും, ബ്രിഡ്ജ് കളിക്കാർ, ഒരുപാട് കളികളുണ്ട്. മനസ്സിലായി? ഇതൊരു ഒളിമ്പിക് ഗെയിം വരെ ഉണ്ട്. അപ്പോൾ അതെല്ലാം പഠിച്ചിട്ട് വന്നിരുന്ന നമുക്ക് പരീക്ഷ എഴുതാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അത് എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. ഒരു പർട്ടിക്കുലർ ഗെയിമിൻ്റെ പാർട്ടായിട്ട് വരുന്നുണ്ട്. പക്ഷെ ഫേസ് കാർഡ് എന്നുള്ളത് നോർമലായിട്ട് ചോദിക്കാവുന്നതാണ്. ഫേസ് കാർഡ്, അപ്പോൾ അത് ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു. താങ്ക് യു സർ. ഓക്കെ, Thank you, sir.